ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവർ, എന്തൊക്കെ വിശേഷങ്ങൾ? അപ്പോൾ മൊട്ട വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റമദാൻ കരീം. എന്തൊക്കെയാ റമദാനൊക്കെ റായത്തല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. റമദാൻ മുബാറക്. അപ്പോൾ ഇന്ന് കൊടിഞ്ഞി ഭാഗത്താണ്. ഇവിടേക്ക് എന്താ പറയുക? കൊടിഞ്ഞല്ലേ? കൊടിഞ്ഞി ഭാഗത്താണ്. കുറച്ച് ആൾക്കാർ നമ്മളൊപ്പം ഉണ്ട്. നമ്മളെ ചങ്കാൾ മരം മുറിക്കാരാണ്. കരുവാര കൊണ്ടുവന്ന് കൊടിഞ്ഞി ഭാഗത്ത് വന്നിട്ട് മരം മുറിച്ചിട്ട് ഞങ്ങളിവിടുന്ന് കിടത്തും. ടീമിനെ കാണിച്ചു തരാം. പാർണ മനുഷ്യന്മാരൊക്കെ ഉണ്ട് ഇവിടെ. പാർണ മനുഷ്യന്മാർ മുറിക്കാണ് കാര്യങ്ങൾ. ഏത് ഭൂലോകത്ത് പോയിട്ടും മരം വെട്ടിക്കൊണ്ടുപോകാൻ പറ്റിയൊരു ടിമ്പർ ബിസിനസ്. മജീദ് നമ്പർ എടുത്തോളൂ. നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കും. കൊടുക്കും. നമ്മൾ വീഡിയോ കൊടുക്കും. നമ്മൾ ആളെ നമ്പർ ഇതിനകത്ത് കൊടുക്കും. ഇൻഷാല്ലാ എവിടെ വന്ന് എടുക്കും കേട്ടോ. പിന്നെ ഏത് മരം ഇതാ വാരി വലിച്ച് ചെയ്യുന്ന ഒരാളുകളുണ്ട്. അങ്ങനെ ഇൻഷാല്ലാ ഒന്നും വലിപ്പം വരൂല. ആണെങ്കിൽ മരം വെട്ടണ പോലെ അത് ഈ മരമാണ് ഞങ്ങൾ തുടങ്ങണേ. ഇൻഷാല്ലാ പടുമരങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ ഹലാക്കിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോകണുള്ളൂ. ഇതൊക്കെ വെറുതെ രസത്തിന് വേണ്ടി കാട്ടണം. കമറോ ഇതൊക്കെ നോമ്പ് നോറ്റിക്കാണ് പോകുന്നെങ്ങനെ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട. റമദാനാണ്. ഞങ്ങളങ്ങനെ ഇൻഷാല്ലാ പണി തുടങ്ങുകയാണ്. ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കാണ്ട്. ഞാൻ ഡ്രൈവറാണ്. പണിക്കാരൊക്കെ ഇവലാണ്. ഇതിങ്ങനെ തെങ്ങുളപ്പാണ്. ഫുള്ള് പടുമരങ്ങൾ വെട്ടി നിരത്താനുള്ള പ്ലാനാണ്. മൊത്തം വെട്ടി ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വന്നാണ്. ഞങ്ങൾ 70 കിലോമീറ്റർ ഓടി ഇവിടെ വന്ന് 5-8 ആളുണ്ട്. ഇത് മൊത്തം വെട്ടി ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ പഴയ സ്വഭാവം ഇപ്പോഴും മാറില്ല. ഗുണ്ടായിസ് ഉണ്ടല്ലോ. ഞാൻ ആ ട്രൗസർ ഇട്ട് കിടക്കണ കാലത്ത് അന്ന് ഇയാള് അതൊരു ഓർമ്മയാണല്ലേ. പിന്നെ ആ കുണ്ടൊന്നുമില്ലല്ലോ. അതിലൊക്കെ കളിച്ച ആൾക്കാരെ പോലെയൊക്കെ. ഒരു 57 വയസ്സായി നോക്ക്. 53 ആയിട്ടുള്ളൂ. അപ്പം ഞാൻ എത്ര ചെറുപ്പത്തിൽ കാണുന്നങ്ങളെ 12 13 വയസ്സില്ല. 15 വയസ്സിൻ്റെ ഉള്ളില്ലേ. ആൾക്കുണ്ടെങ്കിൽ ഒരു മാറ്റമല്ല. അന്നൊന്നും പറയാൻ മതി. അതാണ് ആ കണ്ടീഷനാണ്. അതിനെന്താ പറയുള്ളത്? അവിടെ നമ്മളെ മറ്റേ പേരുണ്ടല്ലോ മേലെ അവിടെ മുറിച്ചിട്ട് കേരളത്തെ ഇന്നിപ്പോ നമ്മള് കോട്ടൊക്കെ തിരൂരാള് ഇവിടെ ലോഡിങ് കയറി വരുമെന്നാവല്ലേ. ഇവിടെ അങ്ങനെ ലോഡിങ് കയറി ഇല്ലോണ്ട്. ഈ റോഡ് സൈഡാണ്. ഒച്ചേട്ട വരുമല്ലേ. അപ്പളേ നമ്മള് രാവിലെ വന്നിട്ടേ ആ മരം മുറിക്കാർക്ക് എപ്പോഴും കാണിച്ചു തന്നില്ലേ. വെയിറ്റിങ്ങിലാണ്. അവർ മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ വന്നിട്ട് എന്തായി ബെഞ്ച് ഉണ്ടോ ഇവിടെ കിടന്നുണ്ട്. ഉറങ്ങി ഉഷാറായിട്ട് നന്നായിട്ട് ഉറങ്ങി. അതിലും വേണ്ടി വെയിറ്റിങ്ങിലാണ്. നല്ല സുഖസുന്ദരമായി ഉറങ്ങി. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ബഹളം വെക്കുന്നുണ്ട്. ഞാനങ്ങ് ഉറങ്ങി. കുട്ടികളൊക്കെ ബസ് കത്തിക്കല്ലേ വരാനും പോകാനൊക്കെ. അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് സുഖമായിട്ട് ഉറങ്ങി. ഇപ്പോൾ മക്കളെ പറയാനൊരു റമദാനായിട്ട് ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. നമ്മുടെയൊക്കെ നാട്ടിലെ പരിസരങ്ങളിൽ നമ്മളറിയാത്ത പല വീടുകളുണ്ട്. വല്ലാതെ വിഷമിക്കുന്ന, ജോലി ഉണ്ടായിട്ട് ജോലിക്ക് പോകാത്ത ആളുകൾ. ഇത് പോട്ടെ, അത് വിടാം. പണിയൊക്കെ ഉണ്ടായിട്ടും പണിക്കൊന്നും പോകാതെ ഇങ്ങനെ ചില ആളുകളുണ്ട്. മറ്റുള്ളവരെ ശരിയാക്കാനായിട്ട് മാത്രം നടക്കുന്ന ചില ആളുകളുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ട. സുഖമില്ലാതെ 1-2 മക്കളൊക്കെ ഉള്ള വീടുകൾ, അല്ലെങ്കിൽ യത്തീം കുട്ടികൾ,
ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അവൻ്റെ നാട്ടിൽ തന്നെ മാമ്പുഴ, നമ്മുടെ മാമ്പുഴയിൽ തന്നെ ബാപ്പുട്ടി പറയുന്ന സുഹൃത്തുണ്ട്. അവനെ കരിങ്കല്ല് പണിയാണ്. അപ്പം പെട്ടെന്ന് ആൾക്ക് ചെറിയൊരു തളർച്ച വന്നു, പ്രഷർ അടിച്ച് കയറും, അങ്ങനെ എന്തോ ആയി, ഒരു സൈഡ് തളർന്ന് കിടപ്പിലാണ് ഇപ്പോൾ ആളെന്നാണ് പറയുന്നത്. എനിക്കവിടെ പോകാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അവിടെ പോകണം, കാണണം. നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, പരിചയക്കാരൻ സുഹൃത്തുമാണ്. അപ്പോൾ അതുപോലെ പല ആളുകളും നമ്മുടെയൊക്കെ പരിസരങ്ങളിലുണ്ട്. അപ്പോൾ അത് എല്ലാവരും ആലോചിക്കുക, അവരൊക്കെ പോയി കാണുക. അവർക്കൊക്കെ എന്തെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ട സമയമാണല്ലോ. അപ്പോൾ ഏതുള്ളവനും ഇല്ലാത്തവനും സക്കാത്ത് ഉണ്ടെന്നാണ് പറയണേ. അപ്പോൾ എല്ലാവരുടെയും അവകാശങ്ങളാണത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന് അവകാശികളുണ്ട്. ആ അവകാശികളുടെ കയ്യിൽ അത് എത്തിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം എല്ലാവരും ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ എത്തിക്കേണ്ട കൈകളിൽ എത്തിക്കുക. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എത്തിക്കേണ്ട ആളുകളുണ്ട്, അതിന് അവകാശികളുണ്ട്, നമുക്കറിയാം. പക്ഷെ എത്തിക്കേണ്ട ആളുകളിലേക്ക് എത്തിക്കാനായിരിക്കും പ്രയാസം. അവകാശികൾ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ള അറിയാം. അത് ആർക്ക് എങ്ങനെ എത്തിക്കണം, എവിടെ എത്തിക്കണം എന്നുള്ളത് പെട്ടെന്ന് അറിയില്ല. അപ്പോൾ അതാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. അപ്പോൾ കേസ് മരങ്ങളൊക്കെ മുറിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വണ്ടി ലോഡിങ്ങിന് വന്നിട്ടുണ്ട്. വൻ മരങ്ങളൊന്നുമില്ല കേട്ടോ, ഒക്കെ ചെറിയ ചെറിയ മരങ്ങൾ തന്നെയാണ്. വൻ മരങ്ങളൊന്നും ഇവിടെ അല്ല, അതൊക്കെ നമ്മൾ കാറ്റളാണ്. ഇട്ടിട്ടുണ്ടോ, ഒരു മരം ഉള്ളൂ വലുത്. അപ്പോൾ ഗെയ്സ് അവർ അത്യാവശ്യം ചെറുമരങ്ങളൊക്കെ മുറിച്ച് തള്ളിയിട്ടുണ്ട്. ഇനി അത്യാവശ്യം കുഴപ്പമില്ലാത്ത തടിയുള്ളൊരു മരമുണ്ട് ഇവിടെ കട്ട് ചെയ്യാൻ. അത് കട്ട് ചെയ്താൽ അവരെ മെയിൻ പണികളൊക്കെ തീർന്നു. പിന്നെ നമുക്ക് ലോഡിങ്ങായി. ഇൻഷാ അല്ലാഹ് 2 വണ്ടിയുണ്ട്. അപ്പോൾ 2 വണ്ടി ലോഡാക്കാൻ തുടങ്ങുകയാണ് ഏകദേശം ഇത് കഴിഞ്ഞാൽ. അത്യാവശ്യം എല്ലാ മരങ്ങളും തള്ളിയിട്ട് കഴിഞ്ഞു ഗെയ്സ്. അപ്പോൾ നമ്മൾ ഇനി ലോഡിങ്ങാണ്. അപ്പോൾ നമ്മൾ 2 വണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് 10 മണിക്ക് ശേഷമാണ് വന്നത്. ഞാനത് രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു, 6 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വന്ന വണ്ടിയിലേക്കാണ് ഇപ്പോൾ ലോഡാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗെയ്സ് അത്യാവശ്യം വെയിറ്റുള്ള കഷ്ണങ്ങളാണ്. 4 അടി കട്ടൻസ് ആക്കിയിട്ടാണ് കയറ്റുന്നത്. വലിയൊരു കുഴിയിലാണ് ഇത് കേട്ടോ. അത് റോഡ് അത്യാവശ്യം നല്ല കയറ്റുള്ള റോഡാണ്. ഫുൾ റോഡൊന്നും പോകില്ല. ഒരു 2 ടണ്ണിൽ കൂടുതലൊന്നും വണ്ടി വലിച്ചു കയറില്ല. അതുപോലത്തെ ഒരു കയറ്റാണ്. അപ്പോൾ ഈ വണ്ടി ഒരു ഹാഫ് ലോഡിൽ മുകളിലേക്ക് കയറ്റി നിർത്തും. പിന്നെ നമ്മൾ ലോക്കലടിക്കും മറ്റേ വണ്ടിയിൽ, നമ്മുടെ വണ്ടിയിൽ. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് പല തമാശകളുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വോയിസ് കൊടുക്കുന്നില്ല, വേറെ വോയിസ് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ പല സംസാരങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു ഇറിറ്റേഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒഴിവാക്കിയതാണ്. ഭയങ്കര ബടാ മരങ്ങളൊന്നുമില്ല ഇതിനകത്ത്. അത്യാവശ്യം മീഡിയം മരങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ ചുമ്മാ നമ്മളൊരു ദിവസം അങ്ങനെ ഒരു വീഡിയോ എടുത്തത് മാത്രം, ഒരു രസം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മജീദ്ക്കാണ് ഇതിൻ്റെ ബോസ്. പുള്ളിക്കാരെ എവിടെ മരം ഉണ്ടെങ്കിലും വന്ന് എടുക്കും കേട്ടോ. നമ്പറൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസ്. റമദാനിൽ നല്ല ചൂടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം വൻ മരങ്ങളൊക്കെ കയറ്റി തുടങ്ങി. ഇത് കഴിഞ്ഞാൽ ചെറുമരങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഈ ലോഡ് മുകളിലേക്ക് ഇട്ട് 2 ലോക്കലടിച്ച് ഫുൾ ലോഡ് ചെയ്യും. പിന്നെ ലാസ്റ്റ് നമ്മളെ വണ്ടിയിൽ കയറ്റി വിടും. അപ്പോൾ കേസ് എന്താ സംഭവിക്കാൻ പോകുന്നറിയോ, വലിയൊരു കുഴിയാണ് ഇവിടെ. നമ്മുടെ വണ്ടി വലിമുട്ടി. പിന്നെ മുകളിൽ ലോഡാക്കി വെച്ച വണ്ടി ഇത് കെട്ടി വലിച്ച് കയറ്റിയിട്ടൊക്കെയാണ് നമ്മൾ വണ്ടി റോഡിലേക്ക് കയറ്റുന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്നത്തെ ലോഡ് ഇവിടെ തീരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകി. 4 മണിക്ക് ശേഷമാണ്. അതിരാവിലെ 4 മണിക്ക് പോയിട്ട് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 4 മണിക്ക് ശേഷമാണ് ലോഡ് ഇറക്കിയപ്പം കറക്റ്റ് ബാങ്ക് കൊടുത്തു. ലോഡ് ഇറക്കുമ്പോൾ നമ്മൾ നോമ്പ് തുറക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. റമദാനാണ്, ഇൻഷാ അല്ലാഹ് ഏകദേശം തീരാറായി. എല്ലാവരും ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. സക്കാത്തിൻ്റെ അവകാശികളെ കണ്ടെത്തിക്കൊണ്ട് മാത്രം സക്കാത്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഖൈർ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യുക. നമുക്ക് മാത്രം, നമ്മുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല പറയാൻ. ദുആ മാത്രം, എല്ലാവർക്കും വേണ്ടി ദുആ മാത്രം, വേറൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. എല്ലാവരും നോമ്പൊക്കെ എടുത്തുള്ള ലോഡിങ്ങാണ്. ഏതായാലും ഭയങ്കര ചൂടും ഭയങ്കര കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അൽഹംദുലില്ലാഹ് എല്ലാം വളരെ റാഹത്തായിട്ട് കഴിഞ്ഞു. വിഷമങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവർക്കും സന്തോഷം മാത്രം.
അപ്പോൾ ഗൈസ് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.